നമ്മളിന്ന് തായ്ലാൻഡിലുള്ള കുറച്ച് ലോക്കൽ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നതാണ്. കുറച്ച് ഫുഡുകൾ നമ്മൾ പലതും ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഓരോ ഫുഡിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. തായ്ലാൻഡിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടായയിലുള്ള ഒരു ടെർമിനൽ 21 മാൾ എന്നും പറഞ്ഞൊരു മാളുണ്ട്. മാളിൻ്റെ അകത്ത് കയറി നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു നോക്കി ഷോപ്പിംഗ് ഒക്കെ നടത്തി അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇതിപ്പോൾ ഈ മാളിന് പുറത്തൊരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിലെ സ്ട്രീറ്റ് ഫുഡാണ് നമ്മൾ കഴിച്ചു നോക്കുന്നത് കേട്ടോ. വിമാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണുണ്ടോ? അതൊരു ടെർമിനൽ ആയതുകൊണ്ട് തന്നെ വിമാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള ടേബിളും ചെയറും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണെന്ന് പറയാം. ഒരുപാട് വെറൈറ്റി സ്ട്രീറ്റ് ഫുഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം തായ് ടീയും പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സോഡയും സംഭവങ്ങളുള്ള ഒരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. അതായത് ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, ലൈം ടീ തുടങ്ങി കൊക്കോ, കോഫി, പിങ്ക് മിൽക്ക്, സാലക് സോഡ, ഗ്രീൻ സോഡ, ലിച്ചി സോഡ, ഹണി ലെമൺ സോഡ, സ്ട്രോബെറി സോഡ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ. ഇനി അതുപോലെ ചോക്ലേറ്റ് ബനാന റൊട്ടി, മാംഗോ എഗ് റൊട്ടി, ചിക്കൻ മക്കാബ റൊട്ടി, ബനാന എഗ് ചീസ് റൊട്ടി, കോക്കനട്ട് ചീസ് റൊട്ടി, അങ്ങനെ റൊട്ടികൾ ഒരുപാട് വേറെ. പിന്നെ ഒരുപാട് തരം ജ്യൂസുകളും സ്മൂത്തീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മോച്ചി എന്നൊരു സംഭവം ഉണ്ട്. അതായത് ഒരു ജപ്പാനീസ് കേക്കാണ്. ഒരെണ്ണത്തിന് 30 തായ് ബാത്തും 4 100 തായ് ബാത്തും. പല ഫ്ലേവർ ഉണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ, ന്യൂട്ടല്ല, തായ് ടീ, ഗ്രീൻ ടീ, ഫ്രഷ് മിൽക്ക് ക്രീം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഈ കാണുന്നത് ടാങ് ഫുലു എന്നൊക്കെ ഉണ്ട്. ചൈനീസ് സ്നാക്സ് ആണ്. മുളക് കൊണ്ടുള്ള കമ്പിൽ കുത്തിയ പഞ്ചസാര സിറപ്പിൽ പൊതിഞ്ഞ ഫ്രൂട്ട്സുകളാണത്. പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മാളിനകത്തും കണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ സ്റ്റിക്കുകൾ കണ്ടു. പോർക്ക് സ്റ്റിക്ക്, ബീഫ് സ്റ്റിക്ക്, അതൊക്കെ 15 തായ് ബാത്തുള്ളൂ. അതായത് ഒരു സ്റ്റിക്കിന് 45 രൂപ ഇന്ത്യൻ റുപ്പി വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഏതായാലും മേടിച്ചൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. അത് ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. അത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴേക്കും നമുക്ക് വേണ്ട ഏതാണോ ആ സ്റ്റിക്കുകൾ എടുത്തിട്ട് പുള്ളി അപ്പം തന്നെ ഗ്രില്ലിൽ ചൂടാക്കി സംഭവം സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പം നമ്മളും ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്തെങ്കിലും ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ട്രൈ ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് പറയാൻ എടുക്കാൻ പുള്ളിയാണ്. അങ്ങനെ ടേസ്റ്റ് നല്ല ക്രഞ്ച് അടിപൊളിയുണ്ട്. സൂപ്പർ. ഞാനും ഏതായാലും ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് വിവരിക്കാൻ എനിക്ക് വലിയ പഠിത്തമില്ല. നല്ല സോസ്. എല്ലാവരും ഒരു സ്റ്റിക്ക് മേടിച്ച് ട്രൈ ചെയ്യണമെന്ന് ആരും വിചാരിക്കരുത്. കാര്യം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലവും പരിചയമില്ലാത്ത ഫുഡും ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇതാകുമ്പോൾ നമുക്ക് പല വെറൈറ്റി ട്രൈ ചെയ്യുകയും ചെയ്യാം. ചെറിയ മധുരം കഴിച്ചോ? ചെറിയൊരു മധുരം. ഇത് പോർക്കാണ്. പോർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെക്കോർഡിംഗ് അല്ലേ? ഇത് നമ്മുടെ ലിജോ ബായി ആണ്. ഫുഡിന്റെ കാര്യത്തിൽ ടേസ്റ്റ് വിവരിക്കാൻ മിടുക്കൻ പുള്ളി തന്നെയാണ്. അപ്പൊ പുള്ളി തന്നെ എല്ലാത്തിന്റെ അഭിപ്രായം പറയും. എന്താണ് അഭിപ്രായം? കോപ്പറേറ്റ് കുറച്ചുകൂടി ഒന്നും കൂടി ജ്യൂസിയാണ്. ഒന്നുകൂടി എന്താ പറയാ, ടെൻഡറാണ്. സൂപ്പർ. ഈ കാണുന്നത് പോർക്കിന്റെ റിബൊക്കെ പല രീതിയിൽ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന്റെ അപ്പുറത്ത് ചെമ്മീനും മീനുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് പോർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോർക്കിന് മാത്രം 200 തായ് ബാത്തും പോർക്ക് റൈസും കൂടി ആണെങ്കിൽ 70 തായ് ബാത്താണ് കേട്ടോ. ഇത് പച്ചക്ക് കഴിക്കണ സാധനം ഉണ്ടോ? അപ്പൊ ഈ ചെമ്മീനൊക്കെ അങ്ങനെയാണോ? കാര്യമില്ല. സീ ഫുഡ്സിന്റെ തൊട്ടിപ്പുറം തന്നെ പലതരം നൂഡിൽസ് വെച്ചിട്ടുണ്ട് കേട്ടോ. നൂഡിൽസും അതിൽ മിക്സ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഒരുമിച്ച് വെച്ചേക്കാണ്. അതായത് അവിടെ ഓരോ തരം മിക്സിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടെയ്നറിൽ ഓരോ തരം നൂഡിൽസ് അവർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. അതും ഒരു സംഭവം വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. മുട്ട പൊരിച്ച പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് സീ ഫുഡിൻ്റെ എന്തോ ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരുപാട് ഗ്രിൽഡ് ഉണ്ട്. ഗ്രിൽഡ് വലിയൊരു ഫിഷ് വെച്ചേക്കണുണ്ടോ. ഫിഷിൻ്റെ വയറ്റിൻ്റെ അകത്ത് എന്താണ് സംഭവമൊക്കെ പൊതിഞ്ഞും കയറ്റി വെച്ചിട്ടുണ്ട്. അത് ഏതായാലും ട്രൈ ചെയ്യാനുള്ളൊരു മൂഡ് വന്നില്ല കേട്ടോ. ഇത് ഗ്രിൽഡിൻ്റെ വലിയൊരു സെക്ഷൻ തന്നെയാണ്. അതായത് ഗ്രിൽഡ് പോർക്ക്, ഫിഷ്, ചിക്കൻ, അങ്ങനെ 3 ഐറ്റംസാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഗ്രിൽഡ് പോർക്ക് റിബ്സ് 150, 200, 250 അങ്ങനെ 3 റേറ്റിൽ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ ഗ്രിൽഡ് ഫിഷ് 250 തായ് ബാത്താണ്. ചിക്കൻ്റെ പല ഭാഗങ്ങൾ ഗ്രിൽ ചെയ്ത് സ്പെഷ്യലായിട്ട് ഓരോരോ ഐറ്റംസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഗ്രിൽഡ് ചിക്കൻ ഗിസാർഡ്സ്, ചിക്കൻ ഫില്ലിങ്, ചിക്കൻ ഹിപ്സ്, ചിക്കൻ ബട്ട്, ചിക്കൻ ഹാർട്ട്, ചിക്കൻ സ്കിന്ന്, ചിക്കൻ ലിവർ, ചിക്കൻ വിങ്സ്, അതെല്ലാം ഓരോ സ്റ്റിക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനൊക്കെ ഒരു 80, 100 തായ് ബാത്താണ് റേറ്റ് വരുന്നത്. ഈ കാണുന്നതൊക്കെ സീ ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ. പിന്നെ ഇത് സോസേജിൻ്റെ സെക്ഷൻ. സോസേജിന് കുറച്ച് റേറ്റ് കുറവാണ്. എനിക്ക് 10 തായ് ബാത്തൊക്കെ ചെയ്തിട്ടുള്ളൂ. അതായത് ഇന്ത്യൻ റുപ്പി 30 രൂപയൊക്കെ വരുള്ളൂ കേട്ടോ. അതിൻ്റെ സ്പെഷ്യൽ മസാലയും സംഭവങ്ങളെല്ലാം അവിടെ റെഡിയാണ്.
പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റിക്കുകളുണ്ട് കേട്ടോ. ബീഫിന് 100, ചിക്കൻ 60, പോർക്കിന് 60, പോർക്ക് ബെല്ലി 60, ഷ്രിമ്പിന് 100, പിന്നെ ഗാർലിക് ബ്രെഡ് 40, സ്കാലപ്സ് 100, സാൽമൺ 100, ട്യൂണ 100, അങ്ങനെ എല്ലാം ഓരോ സ്റ്റിക്കിന് റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സാലഡിൻ്റെ സെക്ഷനാണ്, ഹെവി സെക്ഷൻ. തായ് പപ്പായ സാലഡ് വിത്ത് ക്രാബ്, ഫെർമെൻറ്റഡ് ഫിഷ്, ബ്ലൂ ക്രാബ്, ലോട്ടസ് റൂട്ട് സാലഡ് വിത്ത് ഷ്രിമ്പ്, ഓയിസ്റ്റർ സാലഡ്, ബ്ലഡ് കുക്കി സാലഡ്, സ്ക്വിഡ് സാലഡ്, അങ്ങനെ ലോങ് ബീൻ സാലഡ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. 100 തായ് ബാത്ത് മുതൽ 400 തായ് ബാത്ത് വരെയാണ് റേറ്റ് വരുന്നത്. അതായത് ഇന്ത്യൻ റുപ്പി 300 രൂപ മുതൽ 1200 രൂപ വരെ. ഈ കാണുന്നത് ഗ്രിൽഡ് സ്കാലപ്സ് ആണ് വിത്ത് ചീസ്, 150 തായ് ബാത്താണ്. അത് ഇന്ത്യൻ റുപ്പി 450 രൂപ കേട്ടോ. അതിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. ഒക്ടോപ്പസ് സ്റ്റിക്ക് പല വിലയിലുണ്ട് കേട്ടോ. അതായത് ഒരു സ്റ്റിക്കിന് 40, 50, 80, 150 തായ് ബാത്ത്, അങ്ങനെ പല വിലയിലുണ്ട്. വലുതും ചെറുതൊക്കെ ആയിട്ടാണ്. 40 എന്നൊക്കെ പറയുമ്പോൾ 120 രൂപ മുതൽ 450 രൂപ, 500 രൂപ വരെയുള്ള സെറ്റപ്പ് നമ്മുടെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ വലിയ ഷ്രിമ്പ് ആണെങ്കിൽ പ്ലേറ്റിന് 200 തായ് ബാത്താണ്. ഏകദേശം 5 എണ്ണമൊക്കെ കാണുന്നുണ്ട്. അതിനപ്പുറത്ത് അയില ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, 150 തായ് ബാത്ത്. അത് നമ്മുടെ 450 രൂപ ഇന്ത്യൻ റുപ്പി വരും. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റിയിട്ടോ. പല ഫുഡിൻ്റെ സെക്ഷനിലായിട്ട് പല ഐറ്റംസ് ആണുള്ളത്. ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ വേറെ, ഗ്രിൽഡ് വേറെ, അതുപോലെ ബാക്കിയുള്ള ജ്യൂസ് ഐറ്റംസ് വേറെ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ സാൽമണിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ കണ്ടു. അപ്പോൾ നമ്മൾ ഇത് ഒരെണ്ണം മേടിച്ച് ഗ്രില്ല് ചെയ്യാൻ വെച്ചേക്കാനാണ് അവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. ഒരെണ്ണം മേടിച്ച് മുഴുവൻ കഴിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം മേടിച്ച് നമ്മൾ ആദ്യം 2 പേര് 3 പേരായിട്ട് ഷെയർ ചെയ്ത് നോക്കിയാണ്. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത് മേടിക്കുകയൊക്കെ ചെയ്താറുണ്ടോ. സാൽമണിൻ്റെ ഒരു എന്താ പറയുക, ഫുള്ളായിട്ട് നമ്മുടെ ഗ്രിൽഡ് ഫിഷിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല. ഒരു പച്ചപ്പ് അതിന് ഏതായാലും ഫീൽ ചെയ്യും. സോസൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞോ. ചെറിയ ഉപ്പ് ചെറിയ ഉപ്പിട്ടുണ്ടോ ഓൾറെഡി സോൾട്ടഡ് ആണ്. പട്ടായയിലെ സ്ട്രീറ്റ് ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ള മൂഡായിട്ട് തന്നെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യും. അമ്മാതിരി പെർഫോമൻസും ആംബിയൻസൊക്കെയാണ് ഇവിടെ. കണ്ടോ, പ്രസൻറ്റേഷൻ കണ്ടോ, മിസ്റ്റ് മേക്കറൊക്കെ വെച്ച് ഐസൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കണുണ്ട്. ആ ഐഡിയ കൊടുക്കണം മാർക്ക്. അപ്പോൾ നമ്മൾ തായ്ലാൻഡ്, പട്ടായ, ബാങ്കോക്ക് എത്തിയത് ഡ്രീം ഫിൽ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ടൂർ പാക്കേജിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ്. നമ്മളും സാധാരണ മലയാളികൾ പോലെ പല പാക്കേജും പല റേറ്റിലൊക്കെ അന്വേഷിച്ചതിൽ അഫോർഡബിൾ റേറ്റിൽ നല്ല പ്രീമിയം പാക്കേജ് കണ്ടത് ഇവരുടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ പാക്കേജ് എടുത്തത്. അപ്പോൾ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പറഞ്ഞാണ്, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്ത് ടൂറിൻ്റെ കാര്യങ്ങൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആഡ് ഓൺ ആയിട്ടൊക്കെ അവർ ചെയ്ത് തരും കേട്ടോ. ഡ്രീം ഫിൽ ഇന്റർനാഷണലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ പയ്യൻ നല്ല ചിരിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇത് ബാലവേലയൊന്നും അല്ല കേട്ടോ, അവരുടെ ഫാമിലി ഷോപ്പാണ്. അപ്പോൾ ഫാമിലിയിലെ പയ്യനാണ് അവിടെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരു തായ് നൂഡിൽസും കൂടി മേടിച്ചു കേട്ടോ. അത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ലിജോ ബായിക്ക് തന്നെ കൊടുത്ത് ലിജോ ബായ് ട്രൈ ചെയ്ത് നോക്കാണ്, എങ്ങനെ ഉണ്ടെന്ന് കേട്ട് നോക്കാം. എന്താണ് ഫ്ലേവർ? അടിപൊളിയും ഒരു എന്താ പറയുക, സ്വീറ്റ് ആൻഡ് ടേസ്റ്റാണ്. സൂപ്പറായിട്ട് നൂഡിൽസും എന്താ പറയുക സീ ഫുഡും കൂടി മിക്സ് ആയിട്ടുള്ള സംഭവം. ഓക്കെ, ഈ മാർക്കറ്റിലെ ഫുഡിൻ്റെ വിശേഷങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ കേട്ടോ. ഇവിടെ അത് മാത്രമല്ല, ടെക്സ്റ്റൈൽസ് ഉണ്ട്, ജ്വല്ലേഴ്സ് ഉണ്ട്, പെറ്റ്സ് ഉണ്ട്. ഈ ഒരു ടീഷർട്ട് കണ്ടോ, ഇതൊക്കെ ഇട്ട് മേടിച്ച് നമ്മുടെ നാട്ടിലിട്ട് എന്തായിരിക്കും അവസ്ഥ ദൈവത്തിന് മാത്രം അറിയാം. പിന്നെ കുറച്ചൊരു മാജിക്കിൻ്റെ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഫുഡാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഫുഡ് ഐറ്റംസ് മെയിനായിട്ട് കാണിച്ചത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെർമിനൽ 21 എന്ന് പറഞ്ഞൊരു മാളുണ്ട് പട്ടായയിൽ. ആ മാളിൻ്റെ ഫ്രണ്ടിലുള്ള മാർക്കറ്റാണിത്. അപ്പോൾ ഈ മാളിനകത്ത് കയറിയിട്ട് നമ്മൾ ഷോപ്പിംഗ് നടത്തിയായിരുന്നു. അവിടെയും കുറേ വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അവിടത്തെയും വില വിവരങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. അതും കൂടി ഒന്ന് കയറി കണ്ടേക്കാം. മാളെന്ന് പറഞ്ഞൊരു പ്രത്യേക വൈബാണ്. ഇത് വെള്ളം നിറച്ചൊക്കെ വെച്ചേക്കണുണ്ടോ. ഇതൊക്കെ സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറൊക്കെയാണ്. അതായത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റും അവിടുത്തെ സൂവും അങ്ങനെ എല്ലാം അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, അതിനൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. പല വെറൈറ്റി ഫുഡ് ഐറ്റംസ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കാണാനായിട്ട് എൻ്റെ സ്ക്രീനിൽ ഇതേ ആ വീഡിയോ കൊടുക്കുന്നുണ്ട്, കയറി കണ്ടേക്കാം. അതുപോലെ തായ്ലാൻഡ്, ബാങ്കോക്ക്, പട്ടായ സീരീസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതും ഞാൻ വെച്ചേക്കാം, അതും കൂടി കണ്ടേക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അത് ട്രിപ്പൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തേക്കാം കേട്ടോ.